അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനശരിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 117-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഇന്നല്ലദീന കഫറു, സത്യം നിഷേധിച്ചവർ, ഇന്ന നിശ്ചയമായും, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, കഫറു അവർ നിഷേധിച്ചു, സത്യത്തെ നിഷേധിച്ച സത്യനിഷേധികളായ ആളുകൾ നിശ്ചയമായും ലൻ തുഗ്നിയ പര്യാപ്തമാവുകയില്ല, മതിയാവുകയില്ല, അൻഹും അവർക്ക് ഒരു സന്ദർഭത്തിൽ മതിയാവുകയില്ല അഥവാ പര്യാപ്തമാവുകയില്ല. അംവാലുഹും വലാ ഔലാദുഹും അവരുടെ ധനമോ, അംവാലുഹും അവരുടെ ധനങ്ങൾ, വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങൾ, അവരുടെ ധനസമൃദ്ധി കൊണ്ടോ അവരുടെ സന്താന സമൃദ്ധി കൊണ്ടോ അവർക്ക് കാര്യം നേടിയെടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വരും. മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ അവർക്ക് നേടാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് അള്ളാഹുവിനെ വേണ്ട എന്ന നിലയിൽ ഉള്ള ഒരു ജീവിതം ജീവിച്ച ആളുകൾക്ക് അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ സന്തതികളെ കൊണ്ടും അവർക്ക് കാര്യങ്ങളൊക്കെ മതി എന്ന നിലയിൽ കഴിഞ്ഞുകൂടിയ സത്യനിഷേധികളായ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. സമ്പത്തിനും സന്തതികൾക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കാൾ വലിയ വില കൽപ്പിച്ചവർക്കുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉലൈക അസ്ഹാബുൻ നാരി, അവർ നരകവാസികളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ വളരെ കാലം അങ്ങനെ കഴിയേണ്ടി വരും. കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായി അവർ കഴിയേണ്ടി വരും. അവർ ഇഹലോകത്ത് അവരുടെ ധനത്തിനും അവരുടെ സന്താനങ്ങൾക്കും മാത്രമാണ് പ്രാമുഖ്യം കൊടുത്തത്. ദൈഹിക വചനങ്ങൾക്ക് അവർ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്നത് ഇന്നല്ലദീന കഫറു, സത്യം നിഷേധിച്ചവർ, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളോ അവരുടെ ധനമോ അവർക്ക് പര്യാപ്തമാകുന്നതല്ല. മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യത്തിലും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നേടാൻ പറ്റില്ല. അവർ നരകവാസികളായിരിക്കും. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ വളരെ കാലം അതിൽ കഴിയുകയും ചെയ്യേണ്ടി വരും.
ഇതിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുള്ള പറയുന്നു, ആസ് ഫോർ ദെയർ കൗണ്ടർ പാർട്സ്, അവരുടെ ഈ മറ്റു പ്രതികൾ ഉണ്ടല്ലോ, ഹു റിജക്റ്റഡ് ഫെയ്ത്ത്, അതായത് സത്യവിശ്വാസത്തെ നിരസിച്ചവർ, അവരെല്ലാവരും കൂടി ഒരു സംഘമാണ്. ആസ് ഫോർ ദെയർ കൗണ്ടർ പാർട്സ് ഹു റിജക്റ്റഡ് ഫെയ്ത്ത്, ഈമാനെ നിരസിച്ച, സത്യവിശ്വാസത്തെ തള്ളിക്കളഞ്ഞ മറ്റു പ്രതികളും അവരും, നത്തിങ് ഷാൽ അവെയിൽ ദം, അവർക്ക് ഒന്നും നേടുവാൻ കഴിയുകയില്ല, എഗൻസ്റ്റ് ദ റാഷ് കാഴ്സ് ആൻഡ് ചസ്റ്റൈസ്മെൻറ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ, അള്ളാഹുവിൽ നിന്നുള്ള ശാപം, അള്ളാഹുവിൽ നിന്നുള്ള ക്രോധം, അതിൽ നിന്ന് അവർക്ക് ഒന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല. ഇതാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. നത്തിങ് ഓഫ് വാട്ട് ദേ അമാസ്ഡ് ഇൻ ദിസ് ടെമ്പറൽ വേൾഡ്, ഈ താൽക്കാലിക ലോകത്ത് അവർ കൂട്ടിവെക്കപ്പെട്ട ഒന്നും തന്നെ അവർക്കൊരു പ്രയോജനം ചെയ്യില്ല. നത്തിങ് ഓഫ് വാട്ട് ദേ അമാസ്ഡ്, അവർ കൂട്ടിവെക്കപ്പെട്ട ഒന്നും തന്നെ അവർക്ക് ഇൻ ദിസ് ടെമ്പറൽ വേൾഡ്, ഈ താൽക്കാലിക ലോകത്ത് അവർ കൂട്ടിവെച്ച ഒന്നും അവർക്കൊരു പ്രയോജനം ചെയ്യുകയില്ല. ഷാൽ ബി ഓഫ് യൂസ് ടു ദം, ഈ അതിന് ഒന്നും അവർക്ക് പ്രയോജനകരമായി തീരുന്നതല്ല. ബി ഇറ്റ് ഇൻ ദിസ് വേൾഡ് ഓർ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, അത് ഈ ലോകത്തായാലും ശരി, നാളെ പരലോകത്തായാലും ശരി. ഇറ്റ് ഈസ് ദം അപ്പോൺ, ഇനി അവർ തന്നെയാണ് ഹും ഹ്യൂമിലിയേഷൻ ഷാൽ ബി ബ്രോട്ട് ഡൗൺ, തങ്ങളിലേക്ക് ഈ മാനഹാനി വിളിച്ചു വരുത്തിയത്, ഈ അധപ്പതനം കൊണ്ടുവന്നത്, ഈ നാശം കൊണ്ടുവന്നത് അവർ തന്നെയാണ്. മറ്റാർക്കും അതിൽ യാതൊരു ഉത്തരവാദിത്വം. ഇറ്റ് ഈസ് ദം അപ്പോൺ ഹും ഹ്യൂമിലിയേഷൻ ഷാൽ ബി ബ്രോട്ട് ഡൗൺ, ഡാർക്കനിങ് ദെയർ ഫേസസ്, അവരുടെ മുഖങ്ങൾ കറുത്തിരുളുന്നതാണ്, ഇൻ ദ ഫയേഴ്സ് ഓഫ് ഹെൽ, നരകാഗ്നിയിൽ. ഇൻഡീഡ് ദെയർ ഫൈനൽ ഡെസ്റ്റിനേഷൻ, തീർച്ചയായിട്ടും അവരുടെ അന്തിമമായ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, എത്തിച്ചേരേണ്ട സ്ഥലം, വുഡ് ബി ദാറ്റ് ഫയർ, ആ അഗ്നി ആയിരിക്കും. ദേ ലിറ്റ് വിത്ത് ദെയർ ഓൺ ഹേറ്റഡ്, അവർ ആ അഗ്നി കത്തിച്ചത്, ദേ ലിറ്റ് വിത്ത് ദെയർ ഓൺ ഹേറ്റഡ്, അവരുടെ തന്നെ ശത്രുത കൊണ്ട് കത്തിച്ചതാണത്. ടു ഫിനിഷ് ദ പ്രോഫറ്റ്സ് ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ തീർത്ത് കളയാൻ വേണ്ടി അവർ തന്നെ കത്തിച്ചു വെച്ച അഗ്നിയാണ് അത്. ഈവൻ മോർ സോ, അതിനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദ ഫയർ ഓഫ് ദെയർ ഓൺ ഡാമിനേഷൻ, അവരുടെ തന്നെ നരകയാതനയ്ക്കുള്ള അഗ്നി അവർ തന്നെയാണ് കൊളുത്തി വെച്ചത്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ഈ വചനത്തെ കണക്കിലെടുക്കുക. നമ്മൾ ഇഹലോകത്ത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്തിനാണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കരുതുന്ന സന്താനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ധനസമൃദ്ധിയോ നമ്മൾ ഒറ്റയ്ക്ക് ഈ താൽക്കാലിക ലോകം വിട്ടു പോകുമ്പോൾ അവിടെ പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ടല്ലാതെ നാം യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ വഴി വളരെ ദുർഘടമായിരിക്കുന്നതാണ്. അന്തിമമായി നമ്മൾ ചെന്നെത്തുന്നത് നരകത്തിലാണ്, നരകവാസികളോടൊപ്പമായിരിക്കുന്നതാണ്. അതിലവിടെ വളരെ കാലം കഴിയേണ്ടി വരും. അതിൻ്റെ കാരണക്കാർ നാം തന്നെയാണ് കൊളുത്തിവെച്ചത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കും അവൻ്റെ കൽപ്പനകൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ഐഹികലോക സമ്പൽ സമൃദ്ധിയിലും ധനസമൃദ്ധിയിലും അഹങ്കരിച്ചുകൊണ്ട് ഈ ഭൂമുഖത്ത് കഴിയുന്നവരുടെ ഒറ്റയ്ക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അതിനാൽ ഓരോരുത്തരും ഓരോ വചനത്തെക്കുറിച്ചും പാരായണം ചെയ്യുന്ന ഓരോ വചനത്തെക്കുറിച്ചും ഗഹനമായി ചിന്തിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രക്ഷാമാർഗത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണോ, അതല്ല ഒരു പ്രയോജനവുമില്ലാത്ത ഒരു യാത്രാവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണോ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ്റെ ഓർമ്മപ്പെടുത്തലുകളും
വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തന്ന അധ്യാപനങ്ങളും അത് പോരാഞ്ഞ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന മാനവകുലത്തിന് ഉദ്ബോധനം ചെയ്യുന്നതിനായി അള്ളാഹുവിൻ്റെയും ആ പ്രവാചക വരേണ്യൻ്റെ തിരു ഉപദേശങ്ങളെയും വീണ്ടും ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹു താല നിയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ സജീവ ഇടപെടലാണ് മാനവകുലത്തിൽ അള്ളാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ കൊളുത്തി വയ്ക്കുന്ന ആ അഗ്നി, നമ്മൾ നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന ആ അവസ്ഥാവിശേഷം കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ, നിങ്ങളൊരു കുടുംബമാണ്, മാനവർ ഒന്നാണ്, ആ ഒരു കുടുംബമാണ്, നിങ്ങൾ സഹോദരങ്ങളാണ് എന്നുള്ള അതിമഹത്തായ നീതിശാസ്ത്രം ലോകത്തിന് മുമ്പിൽ വന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ നിങ്ങളോട് ബോധനം ചെയ്തിട്ടും നിങ്ങളുടെ ധിക്കാരവും നിഷേധവും മൂലം നിങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ്റെ വചനങ്ങളുമായി, അവൻ്റെ പ്രവാചകന്മാരുമായി രംഗത്ത് സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ദിനരാത്രങ്ങളിൽ സന്തോഷത്തിന് മേൽ സന്തോഷം ആർജിക്കുവാൻ, അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നതിന് പര്യാപ്തമായ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സജ്ജമാക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.